ഹലോ ട്രേഡേഴ്സ്, വെൽക്കം. നമ്മുടെ എൻഡ് ഓഫ് ഡേ ചാർട്ട് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് കാണാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏതെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്നും അതുപോലെ നമ്മൾ ഈ ചാർട്ട് മാർക്കിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ബാങ്ക് നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റ്. അതുപോലെ നമ്മുടെ CPR നോക്കുകയാണെങ്കിൽ ഒരു നെരവും അല്ല എന്നാലും വൈഡും അല്ല, ഒരു മീഡിയം ആവറേജ് CPR ആയിരുന്നു. ഓക്കെ, അപ്പോൾ രാവിലെ ഒരു ബെയറിഷ് മൊമെൻറ്റമാണ് കാണിച്ചത് ബാങ്ക് നിഫ്റ്റി. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് ട്രേഡ് ട്രിഗർ ആവുന്നത് നിങ്ങൾക്ക് കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, അതായത് ഈ ഒരു ക്യാൻഡിൽ താഴേക്ക് പുഷ് ചെയ്തിട്ട് CPR എന്ന്, അതായത് സെൻട്രൽ CPR എന്നൊരു സപ്പോർട്ടാണ് എടുക്കുന്നത്. ഈ ഒരു ക്യാൻഡിൽ 9:40 ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രി, അതായത് CPR റിവേഴ്സൽ. 1 സെക്കൻഡ്, ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, CPR റിവേഴ്സൽ. നമ്മളൊരു ലോങ്, അതായത് കോൾ ഓപ്ഷൻ ബൈ ആണ് ചെയ്തത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു സെൻട്രൽ CPRന്റെ താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു 1:2 റിസ്ക് റിവാർഡ് ഈസി ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ. ഓക്കെ, അതായത് തേർഡ് ക്യാൻഡിൽ തന്നെ നമുക്ക് നമ്മുടെ റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ട്രേഡ്. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാർക്കറ്റ് ഒരു ബെയറിഷ് മൊമെന്റ് ആണ് കണ്ടിന്യൂ ചെയ്തത്. പിന്നെ നമുക്കൊരു നല്ലൊരു പാറ്റേൺ ഇതിനകത്ത് വന്നിരുന്നില്ല. നമുക്കിനി നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയും സെയിം ആണ്, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ്, അതായത് പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ലോയുടെ അകത്ത് തന്നെ ആയിരുന്നു ഓപ്പൺ ചെയ്തത്. ആദ്യം തന്നെ CPR ബ്രേക്ക് ഔട്ട് ചെയ്തു, പിന്നെ തിരിച്ച് മുകളിലോട്ട് തന്നെ പുഷ് ചെയ്തു. നമ്മൾ വെയിറ്റ് ചെയ്തു, നമുക്ക് പ്രോപ്പറായിട്ടൊരു സെറ്റപ്പ് വന്നിരുന്നില്ല. നമുക്കൊരു സെറ്റപ്പ് കിട്ടുന്നത് ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇതിലാണ്, അതായത് ഒരു 2:30 ശേഷം ഈ ഒരു ക്യാൻഡിൽ. അത് നമ്മൾ മുൻപ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ സെയിം എടുക്കാറുള്ള ഒരു ട്രെൻഡിങ് ഡേയിൽ നമ്മൾ എടുക്കാറുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. EMA 20 EMA റീട്രേസ്മെന്റ്. അതായത് നമുക്കൊരു സ്ലോപ്പിംഗ് EMA വരുമ്പോൾ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നമുക്കൊരു റീട്രേസ്മെന്റ് കിട്ടും. മാർക്കറ്റ് ഒരിക്കലും ഡയറക്റ്റ്ലി താഴോട്ട് പോകില്ലല്ലോ. അപ്പോൾ നമുക്കൊരു റീട്രേസ്മെന്റ്, അപ്പോൾ ആ റീട്രേസ്മെന്റ് നമുക്ക് EMAയിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്യാണ് ചെയ്യുക. പക്ഷെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ EMA മാത്രമല്ല നമ്മുടെ റെഫറൻസ്, നമുക്കൊരു എക്സ്ട്രാ ഒരു ഡബിൾ കൺഫർമേഷൻ കൂടെ നമ്മൾ നോക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു S1 പിവറ്റ് കണ്ടോ. S1 പിവറ്റിന്റെ റെസിസ്റ്റൻസ് കൂടെ ഉണ്ട്, അതായത് പിവറ്റ് ബ്രേക്ക് ചെയ്തു, പിന്നെ വീണ്ടും അത് നമുക്കറിയാലോ ബേസിക് പ്രൈസ് ആക്ഷൻ, അതായത് ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നീട് അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒന്ന് റെസിസ്റ്റൻസ് എടുത്തു. അഗെയിൻ നമ്മുടെ മെയിൻ പോയിന്റ് ഇവിടെയാണ്, അതായത് ഇവിടെ EMA റെസിസ്റ്റൻസും അതുപോലെ തന്നെ S1 പിവറ്റിന്റെ റെസിസ്റ്റൻസും. അപ്പോൾ നമ്മൾ അവിടെ ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഉണ്ട്, അതായത് പുട്ട് ഓപ്ഷൻ ബൈ ആണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഈ ഒരു ക്യാൻഡിലിന്റെ മുകളിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നത്. നമുക്കൊരു ഈസി ആയിട്ട് 1:2 റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി അത് നമ്മുടെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ക്ലോസ് ആവുന്ന സമയത്താണ്, നമ്മളൊരു അത്രയും വെയിറ്റ് ചെയ്തില്ല, നമ്മളൊരു 3:15 ആയപ്പോഴത്തേനും നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 ട്രേഡ്സ് ആണ് നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത്. രണ്ടും നമ്മൾ 1:2 അച്ചീവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അടുത്ത ട്രേഡ് നമുക്ക് 1:2 അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.